Good morning, children. So, this is your next session. Here we study addition with carrying and subtraction with borrowing. Okay. So, you know what is carrying and borrowing? Okay, that we will study here. Watch it. Okay. Children, this is your learning outcome. So after the session, you can add two-digit numbers with carrying and subtract two-digit numbers with borrowing. That means remainder is coming. So that time how to add and subtract we will study here. So after this section, you can add any two-digit numbers with carrying and any two-digit number you can subtract it after this session. Okay, and today we first studied addition with carrying. Okay, in your last class what you studied? Addition. That means without carrying. അവിടെ നമ്മൾ ക്യാരിയിങ്ങോ ഒന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ മതി, റിമൈൻഡർ ഒന്നും വരുന്നില്ല. സോ നമുക്ക് ഇപ്പോൾ 24 + 32 ആണെങ്കിൽ 4 + 2 ഡയറക്റ്റ് ആഡ് ചെയ്ത് നമ്പർ എഴുതാം. then 32 3 + 2 എഴുതുക, ആൻസർ എഴുതുക. ദാറ്റ്സ് ഓൺലി, ദാറ്റ് ഈസ് അഡീഷൻ വിത്തൗട്ട് ക്യാരിയിങ്. നമ്മൾ പഠിച്ചത് ക്യാരിയിങ് ഒന്നും ഇല്ലാത്ത വെറുതെ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. സോ ടുഡേ വി സ്റ്റഡി അഡീഷൻ വിത്ത് ക്യാരിയിങ്. അഡീഷൻ വിത്ത് ക്യാരിയിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, നമ്മൾ എപ്പോഴാണ് അഡീഷൻ വിത്ത് ക്യാരിയിങ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ കടയിൽ ചെന്നു, നിങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഒരു സാധനത്തിന്, അതായത് ഇപ്പം പഞ്ചസാര മേടിച്ചു, പഞ്ചസാരയ്ക്കൊരു 56 റുപ്പീസാണ്. നിങ്ങളുടെ പഞ്ചസാര മേടിച്ചു, പഞ്ചസാരയ്ക്ക് 56 റുപ്പീസാണ്. പിന്നെ നിങ്ങൾ പാല് വാങ്ങിച്ചു, പാലിന് എത്രയാണ്? 24. 56ഉം 24ഉം. ഓക്കെ, നിങ്ങളെങ്ങനെ കടയിലുള്ള ആൾക്ക് പൈസ കൊടുക്കും? 56ഉം 24ഉം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. സോ ദാറ്റ് ടൈം ഹൗ ടു ആഡ് ദ നമ്പർ that we will find. Okay, 56 and 24 is our question. Okay, all of you listen here. Question is 56 plus 24. This is our question. Okay, നമുക്ക് കടയിൽ ആൾക്ക് പൈസ കൊടുക്കണ്ടേ? So how to find this answer? So here first which number? Yes, that 56 writing here. Then which is our second number? Yes, that is 24. 4 is writing ones place number നോക്കുക, that is 4, and tens place number is 2. So tens place താഴെ തന്നെ എഴുതണം, don't forget that. Then plus simple. Okay, then you look here, where is that? This is ones and this is tens. Okay, ones and tens, understand? Then add it. What is 6 plus 4? 6 plus 4, how to find 6 plus 4? 6 balls and 4 balls, 2 balls കൂടെ all together. So 6 plus 4 is 10 ഫുള്ള് നമുക്കിവിടെ എഴുതാൻ പറ്റുമോ? 2-digit നമ്പർ അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതപ്പോൾ ഒറ്റ 1-digit നമ്പറേ നമുക്ക് ആൻസർ കിട്ടുന്നുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മൾ വൺസ് പ്ലേസിൽ ആൻസർ എഴുതാമായിരുന്നു. ഹിയർ വി വിൽ ഗെറ്റ് നമ്പർ 10 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ടെൻസ് വൺസ് പ്ലേസ് നമ്പർ വാട്ട്? യെസ്, 0. സോ ദാറ്റ് 0 ഈസ് റൈറ്റിംഗ് ദിസ് വൺസ് പ്ലേസ്. ഓക്കെ, ആ വൺസ് പ്ലേസിലെ നമ്പർ ഏതാണോ അത് നമ്മൾ വൺസ് പ്ലേസിന് നേരെ താഴെ എഴുതുക. ദെൻ വാട്ട് ഇസ് അവർ ടെൻസ് പ്ലേസ് നമ്പർ? Yes, that is 1. That means 1 10 is remaining. അവിടെ ഒരു 10 അവിടെ മിച്ചം കിടപ്പുണ്ട്, അത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. ആ 10 എങ്ങോട്ട് പോകും? ഈ ടെൻസ് പ്ലേസിലേക്ക് പോകും. ടെൻസ് പ്ലേസിലേക്ക് ആ 1 അങ്ങ് പോയി. That means 110 is going to the tens place. So then we will add it. എന്നിട്ട് നമ്മളിനി ആഡ് ചെയ്യുക, ടെൻസ് പ്ലേസിൽ നമ്പർ ആഡ് ചെയ്യുക. 5 plus 2 is yes 7. Then that 7 plus 1 is, ഇവിടെ ഒരു 1 കൂടെ കിടപ്പില്ലേ? ആ 1 കൂടെ നമുക്ക് ആഡ് ചെയ്യണ്ടേ? നമ്മൾ ഈ വൺസിൽ 10 അങ്ങോട്ട് വന്നില്ലേ? സോ ദാറ്റ് 5 plus 2 7. ദെൻ ദാറ്റ് 7 plus 1, ആ 7ൻ്റെ കൂടെ ആ മേളിൽ കിടക്കുന്ന 1 കൂടെ കൂട്ടുമ്പോൾ വാട്ട് ഈസ് അവർ ആൻസർ? 80. സോ ഹൗ മച്ച് റുപ്പീസ് വി വിൽ ഗീവ് ടു ദാറ്റ് ഷോപ്പ്? എത്ര രൂപ നമ്മൾ കൊടുക്കണം? 80 റുപ്പീസ് നമ്മൾ കൊടുക്കണം. അണ്ടർസ്റ്റാൻഡ്? അഡീഷൻ വിത്ത് ക്യാരിയിങ്. ദിസ് ഇസ് അവർ ക്യാരിയിങ്. ഇവിടെ നമുക്കൊരു ക്യാരിയിങ് വന്നു. ക്യാരി 110, അതായത് 110 ആണ്
നമുക്ക് ആ ടെൻസ് പ്ലേസിൽ 1 ആണെങ്കിൽ 1 അങ്ങോട്ട് എഴുതുക, 2 ആണെങ്കിൽ 2 എഴുതുക. ദാറ്റ്സ് അവർ easy method is that. But if there is 2, that means 2 tens ആണ് അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ മൈൻഡിൽ ഓർത്തോണം. ബട്ട് നമ്മൾ റൈറ്റ് ചെയ്യുമ്പം 1 2 അങ്ങനെ നമ്മൾ എഴുതത്തുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അഡീഷൻ വിത്ത് ക്യാരിയിങ്. ഓക്കെ, one more example I will show you. 37 plus 28. This is our question. First word will write. First number is 37. 37 is right. Then next 28. 28 is right. Same line only you write. Ones place number ones place ready തന്നെ വരിക. Tens place രണ്ടും same line എഴുതുക. Then this is ones and this is tens. Okay. Then what is 7 plus 8? 7 plus 8 is 15. 15's 5 is writing here and 15 അല്ലേ നമുക്ക് കിട്ടണേ. So 15ൻ്റെ ones place number 5, that 5 എഴുതി. Then tens place number what? That is 1. That 1 is going to this tens place. ആ tens placeലേക്ക് ആ 1 പോകും. So 3 plus 2 is 5. 5 plus 1 6. So what's our answer? 65 is our answer. Understand? Addition with carrying. This is addition with carrying. Okay. Next is subtraction with borrowing. So last we studied simple subtraction, you studied that is without borrowing. So here we studied subtraction with borrowing. That how will you subtract with borrowing, we will study here. Okay, all of you listen. Look children, when we want to subtract 42 minus 27, we want to subtract 27 from this 42. 27 നമുക്ക് 42 subtract ചെയ്യണം. How to subtract it? How to subtract? Yes, first same way, which is the greater number? 42. So 42 is writing first. Then 27 ones place number 7 and tens place 2. Okay, then subtraction simple. Okay, first ones place do it. Here ones place is 2 and 7. 2 and 7. Okay, 2 minus 7. നിങ്ങളുടെ കയ്യിൽ ഒരു 2 പേനയുണ്ട്. ആ 2 പേനയ്ക്കകത്തുനിന്ന് ഒരു 7 പെൻസ് നിങ്ങളൊന്ന് എടുത്തേ. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലുള്ളത് 2 പെന്നാണ്. ആ 2 പെന്നിനകത്തുനിന്ന് നമുക്ക് 7 പെൻസ് എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് 2 ഈസ് സ്മോൾ ആൻഡ് 7 ഈസ് ഗ്രേറ്റർ നമ്പർ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വിൽ ഡു? യെസ്, നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് ഇതിന് ചോദിക്കുക, എനിക്ക് ഒരു പേന തരുമോ? ഒരു പേന എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഈ 2 നമ്മുടെ ഈ 2 ചെന്നിട്ട് ഈ 4ൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു പെൻ കൂടി തരാമോ? അപ്പം ഈ 4 പറഞ്ഞു. 4 എന്ത് ചെയ്തു? ഒരു പെൻ കൊടുത്തു. ഈ 4ൻ്റെ കയ്യിൽ നിന്ന് ഈ 2 ഒരു പെൻ മേടിച്ചു. അപ്പം 2 എന്തായി? 2 ഈസ് ചേഞ്ച് ടു 12. 2 അപ്പം 12 ആയി. 2 നോക്കിയേ, 7 കഴിഞ്ഞു അപ്പം വലിയ നമ്പറായി 12 ആയി. പക്ഷെ നമ്മുടെ 4 എന്തായി? 4 നോക്കിയേ, 4 ഒരെണ്ണം അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 4ൻ്റെ കയ്യിൽ എത്രയുണ്ട്? ഇനി 3 ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ്? ദിസ് ഇസ് ബോറോയിങ്. നമ്മൾ കടം മേടിച്ചു. നമ്മുടെ അടുത്തുള്ള ആളുടെ കയ്യിൽ നമ്മൾ ഒരു കടം മേടിച്ചു ഒരെണ്ണം. സോ 2 ഈസ് ചേഞ്ച് ടു 12 ആൻഡ് 4 ഈസ് ചേഞ്ച് ടു 3. ദെൻ നൗ 12 ഈസ് ഗ്രേറ്റർ ദാൻ 7. ഇനി നമുക്ക് ഒരു 12 പെൻസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് 7 പെൻസ് എടുക്കാമല്ലോ. വാട്ട് ഈസ് 12 മൈനസ് 7? യെസ്, 12 മൈനസ് 7 ഈസ് 5 അല്ലേ? 7ൻ്റെ കൂടെ ഒരു 5 പെൻസ് കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് 12 കിട്ടുന്നത്. 7 plus 5 is 12. Then what is 3 minus 2? 3 pence in 2 pence പോലെ എത്രയാ? Yes, 1. So what will be the answer? Yes, 42 minus 27 is 15. This is borrowing. Borrowing, do you understand? നമ്മൾ കടം മേടിക്കുക. നമ്മുടെ കയ്യിൽ കുറവാണെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളുടെ നിന്ന് ഒരെണ്ണം അങ്ങ് മേടിച്ചു. That is borrowing. Okay.
Look children, solve the following word problems in your textbook. Exercise 1J, that second question is there, so that we will discuss now. Okay, so this is called word problems. Okay, 8 birds sat on a wire, 3 flew away, how many were left? അതായത് ഇവിടെ ഒരു മരക്കൊമ്പിൽ എത്ര ബേർഡ്സ് ഉണ്ടായിരുന്നു? 8 ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഹൗ മെനി ഫ്ലൂ അവേ, പറന്നുപോയത് എത്ര എണ്ണം പറന്നുപോയി? 3 ബേർഡ്സ് ഫ്ലൂ അവേ, 3 ബേർഡ്സ് പറന്നുപോയി. സോ ഹൗ മെനി ലെഫ്റ്റ്, എത്ര എണ്ണം ബാക്കിയുണ്ട്? ഈസ് ഇറ്റ് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ? Yes, if your question have left, how many left is there, then that means subtraction. Okay, so 8 minus 3 you will do, you will get answer 5. 8 ന്ന് 3 എണ്ണം പറന്നു പോയാൽ ബാക്കി 5. The next question, 3 boys were playing football. 3 ബോയ്സ് ഫുട്ബോൾ കളിക്കുമായിരുന്നു. 2 more boys came along and played football with them. അതായത് ആദ്യം 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, then 2 more, 2 പേരും കൂടെ കൂടുതൽ വന്നു. ഹൗ മെനി ബോയ്സ് ഇൻ ഓൾ വെയർ പ്ലേയിങ് ഫുട്ബോൾ? അപ്പോൾ ഇവിടെ കണ്ടോ, ഓൾ കണ്ടോ? സോ ഓൾ ഇൻ യുവർ ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് വാട്ട്? യെസ്, 2 more, 2 പേരും കൂടെ കൂടുതൽ വന്നു. സോ വാട്ട് വിൽ ഡു? ഇസ് ഇറ്റ് സബ്ട്രാക്ഷൻ ഓർ അഡീഷൻ? യെസ്, ദാറ്റ് ഈസ് അഡീഷൻ. ആദ്യം എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 3. ദെൻ 3 പ്ലസ് 3 പേരോട് എത്ര പേരൂടെ ചേർന്നു? 2. സോ 3 plus 2 what? Yes, 3 plus 2 is 5. So what is the answer? 5 is the answer. The next question, Sanjay had 7 rupees. Sanjay, അല്ല നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു 7 rupees ഉണ്ട്. He spent 4 rupees. അപ്പോൾ അവൻ അതിൽ നിന്നൊരു 4 രൂപ എടുത്ത് ചോക്ലേറ്റ് മേടിച്ചു. 7 രൂപ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 4 രൂപ എടുത്ത് അവൻ ചോക്ലേറ്റ് മേടിച്ചു. ഹൗ മെനി റുപ്പീസ് ആർ ലെഫ്റ്റ് വിത്ത് ഹിം? കണ്ടോ, ലെഫ്റ്റ്. ഇനി എത്ര രൂപ അവൻ്റെ ബാക്കിയുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, ദാറ്റ് ഈസ് സബ്ട്രാക്ഷൻ. സോ 7 rupees ഉണ്ടായിരുന്നു, 4 rupeesന് അവൻ ചോക്ലേറ്റ് വാങ്ങി. ദെൻ ഹൗ മെനി ലെഫ്റ്റ്? 7 minus 4 is 3. So what will be the answer? Yes, 3 is the answer. Next question, അശോക് ഹാഡ് 4 books on the table. അശോകിൻ്റെ ടേബിൾ എത്ര ബുക്സ് ഉണ്ട്? 4 ബുക്സ് ഉണ്ട്. 5 in his bag. പിന്നെ അതിൽ 5 എണ്ണം ബാഗിലുണ്ട്. 7 on the shelf. 7 എണ്ണം ഷെൽഫിൽ ഇരിപ്പുണ്ട്. ഹൗ മെനി ഡിഡ് ഹി ഹാവ് ഇൻ ഓൾ? അപ്പോൾ മൊത്തം എത്ര ബുക്സ് ഉണ്ട്? അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യണം? യെസ്, 4 ബുക്സ് ടേബിളിലുണ്ട്, 5 ബുക്സ് ബാഗിലുണ്ട്, 7 ബുക്സ് ഷെൽഫിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ 2 നമ്പറോട് ആഡ് ചെയ്യുക. 4 plus 5 is യെസ് 9. ദെൻ 9 plus 7 വാട്ട്? 9 plus 7 9, 10, 11, 12, 13, 14, 15, 16. So what will be the answer? Yes, 16. So how many books in all? 16 books in all. Okay, then next question, last. Sarita had 45 sweets. സരിതയുടെ കയ്യിൽ ഒരു 45 സ്വീറ്റ്സ് മിഠായി ഉണ്ടായിരുന്നു. ഷീ ഗേവ് എവേ 19 സ്വീറ്റ്സ്. അവൾ അതിനകത്ത് നിന്നൊരു 19 സ്വീറ്റ്സ് എടുത്തു. ഹൗ മെനി സ്വീറ്റ്സ് വെയർ ലെഫ്റ്റ് വിത്ത് ഹെർ? അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര സ്വീറ്റ്സ് ലെഫ്റ്റ് ആണ്? എത്ര എണ്ണം ബാക്കിയുണ്ട്? യെസ്, 45 ആയിരുന്നു. എത്ര എണ്ണം അവളെടുത്തു? 19. സോ 19. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 45 ന്ന് 19 സബ്ട്രാക്ട് ചെയ്യുക. 45 മൈനസ് 19 കണ്ടോ? സോ 5 minus 10, 5 ന്ന് 9 പോവുമോ? 5 സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 9 സ്വീറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഈ 5 എന്ന് 4നോട് ഒരെണ്ണം കൂടെ ചോദിക്കണം. അപ്പോൾ 4 പറഞ്ഞു, 4 ഒരെണ്ണം തരാമെന്ന് പറഞ്ഞു. സോ 5 is 15 and 4 is 3. കണ്ടോ? സോ 15 minus 9, ഇപ്പോൾ 15 ഗ്രേറ്ററായി, 9 സ്മോളറുമായി. അപ്പോൾ 15 minus 9 എത്രയാ? യെസ്, 9ൻ്റെ കൂടെ ഏത് നമ്പറൂടെ കൂട്ടിയാൽ 15 കിട്ടും? 9, 10, 11, 12, 13, 14, 15. യെസ്, 6 നമ്പേഴ്സൂടെ കൂട്ടുവാണെങ്കിൽ നമുക്ക് 15 കിട്ടും. അതായത് 15 9 പോയാൽ 6. പറഞ്ഞില്ലേ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് സബ്ട്രാക്ഷനിൽ. അപ്പോൾ 6 plus 9 എത്രയാ? 15. Then 3 minus 1 is 2. So what will be the answer?
26. So here we want to write 26. So this is the answer. Understand all of you? So this is called word problems. Children, it's your notebook corner. So these numbers you can practice on Saturday, Sunday you have time. So that time you can practice this 4 questions. So this is for writing in your notebook. Okay, you can practice this, then only you study addition and subtraction. That's why I'm giving in the notebook these questions. Okay, children, your homework is in your textbook exercise 1H. Okay, exercise 1H that you already studied. So question number 1 and 2 is your homework. Okay, children, what all points we discussed today? Yes, addition of 2-digit numbers with carrying. Okay, you understand any 2-digit number how to add. Ni the 2-digit number കിട്ടിയാൽ നിങ്ങൾക്ക് add ചെയ്യാലോ. Okay, then subtraction of 2-digit numbers with borrowing. ഏത് നമ്പർ കിട്ടിയാലും നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാൻ അറിയാമല്ലോ. ഏത് 2-digit നമ്പർ കിട്ടിയാലും നിങ്ങൾക്ക് ഇനി സബ്ട്രാക്ട് ചെയ്യാം അല്ലേ. ഓക്കെ, ദെൻ വേർഡ് പ്രോബ്ലംസ് ഓൾസോ ബി ഡിസ്കസ്ഡ് ടുഡേ. അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു? ഓക്കെ children, next session we will discuss geometrical shapes. Okay, you already studied geometrical shapes. So next session we will revise that, and exercise 1K we will revise in your next session. Okay children, thank you.